ഭയാനകമായിട്ടുള്ള സിറ്റുവേഷൻ ആണല്ലേ. ഇന്ന് അത്രയും പത്തറ്റിക് കണ്ടീഷനിലാണ് ആ കുട്ടി എന്നെ വന്ന് മീറ്റ് ചെയ്തത്. ആ കുട്ടിയുടെ പാർട്ണർ ആ കുട്ടിയുടെ ഫോൺ ഉപയോഗിക്കുന്നു, പാൻ കാർഡ് ഡീറ്റെയിൽസ്, ആധാർ കാർഡ് ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടിയുടെ പേരിൽ കുട്ടി അറിയാതെ ലോൺ ആപ്പിൽ നിന്ന് ലോൺസ് അവൈൽ ചെയ്യുന്നു. തിരിച്ചടച്ചില്ല. ഒബ്വിയസ്ലി റിക്കവറി ഏജൻസി ഈ കുട്ടിയെ വിളിക്കാൻ ആരംഭിക്കുന്നു. വേർസ്റ്റ് കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. ഇതില് കുട്ടി പാനിക് ആയിപ്പോയി. വീട്ടിൽ പറയണോ, ഏതോ എവിടെ അഡ്രസ്സ് ചെയ്യണം, എന്ത് ചെയ്യണം ഒന്നും അറിയില്ല. നിങ്ങൾ പാനിക് ആവരുത്. 4 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ സെറ്റിംഗ്സിൽ പോയിട്ട് ഈ ആപ്സിന് കൊടുത്തിട്ടുള്ള എല്ലാ പെർമിഷൻസും റിവോക്ക് ചെയ്യുക. അതായത് കോൺടാക്ട്സിലേക്കുള്ള, ഗാലറിയിലേക്കുള്ളത്, അതുപോലെ തന്നെ നിങ്ങളുടെ SMS എല്ലാം. എന്നിട്ട് മാത്രം ഈ ആപ്പുകൾ എന്ത് ചെയ്യുക, അൺഇൻസ്റ്റാൾ ചെയ്യുക. രണ്ടാമത്, നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ആയിട്ടുള്ള 1930 ഉടനെ വിളിക്കുക. കാര്യം പറയുക, ഞാനല്ല എടുത്തത്, എന്റെ അറിവോടുകൂടിയല്ല എടുത്തത്. ഒബ്വിയസ്ലി അവരവരുടെ നിങ്ങളുടെ ബാങ്കിലേക്കും മറ്റും അലേർട്ട് ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്യും. മൂന്നാമത്തെ കാര്യം, നാഷണൽ ക്രൈം പോർട്ടൽ ഉണ്ട്. അതായത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് തന്നെ ആ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാവുന്നതാണ്. നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക, അവിടെ FIR ഫയൽ ചെയ്യുക. ഇവിടെയാണ് ഇമോഷണലി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ പാർട്ട്ണർക്കെതിരെയല്ലേ. പക്ഷേ ദയവ് ചെയ്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലീഗലി നിങ്ങളാണ് അക്കൗണ്ടബിൾ ഈ പറഞ്ഞ ലോൺസിനൊക്കെ. നിങ്ങളൊരു FIR ഇടുകയാണ്, അതിന്റെ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ദയവ് ചെയ്ത് നിങ്ങളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസോ, നിങ്ങളുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസോ, ബാങ്ക് ഡീറ്റെയിൽസോ, ഇതൊന്നും ഏത് ഷിപ്പിലും ആയിക്കോട്ടെ, നിങ്ങൾ ദയവ് ചെയ്ത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാതെ നോക്കുക. റൈറ്റ് ടു പ്രൈവസി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. ആര് എപ്പോ എവിടെ അത് യൂസ് ചെയ്യുമെന്നും നിങ്ങൾക്ക് അത് എങ്ങനെ ലീഗലി കോൺസിക്വൻസ് ആവുമെന്നും അവെയർ ആയിട്ടിരിക്കുക.